വീട്ടിലെ വളർത്തുനായെ എറിഞ്ഞത് ചോദ്യം ചെയ്തതിന് 4 സംഘത്തിന്റെ ക്രൂരമർദ്ദനത്തിനിരയായി ചികിത്സയിലായിരുന്ന ഹൈക്കോടതിയിലെ ഡ്രൈവർ വിനോദ് മരിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് മരണം സംഭവിച്ചത്. 45 വയസ്സായിരുന്നു. മർദ്ദനത്തിൽ ഗുരുതര പരിക്കേറ്റ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. വളർത്തുനായെ ജീവന് തുല്യം സ്നേഹിച്ച വിനോദിനെ അവസാനമായി ഒന്നു കാണാൻ പ്രിയപ്പെട്ട നായ ജാക്കുമെത്തി. ജാക്കെ, അച്ഛനെ ഒന്ന് വിളിക്കടാ എന്ന് പറഞ്ഞ് വിനോദിന്റെ ഭാര്യ സിന്ധുവും പൊട്ടിക്കരയാൻ തുടങ്ങി. ആ കരച്ചിലിന് നടുവിലേക്കാണ് വിനോദിന്റെ സഹോദരന്റെ മകൻ അക്ഷയ് ജാക്കിനെ കൊണ്ടുവന്നത്. ജാക്ക് കുരച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിലായിരുന്നു വിനോദിന് ജീവൻ നഷ്ടമായതും. കുറെ ദിവസങ്ങളായി വിനോദിന്റെ വരവും നോക്കി കാത്തിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ട ജാക്ക്. വിനോദിനെ കാണാത്തതിനാൽ പഴയ പ്രസരിപ്പുണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാരും ബന്ധുക്കളും പറഞ്ഞു. മൃതദേഹം വെച്ച ഫ്രീസറിന് മുകളിൽ മുൻകാലുകൾ വെച്ച് കുറെ നേരം ജാക്ക് നിന്നു. പിന്നീടൊന്ന് കുരച്ചു. കുറെ നേരം സമീപത്ത് നിന്നു. വിനോദും ജാക്കും തമ്മിലുള്ള ആത്മബന്ധം എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നിറകണ്ണുകളോടെ അവരും ഈ ഒരു സംഭവത്തിന് സാക്ഷിയായി. വിനോദിന്റെ മരണത്തെ തുടർന്ന് സമീപത്തെ മറ്റൊരു വീട്ടിലേക്ക് ജാക്കിനെ മാറ്റിയിരുന്നു. മാർച്ച് 25 രാത്രി 10:30 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. മുല്ലശ്ശേരി കനാൽ റോഡിലുള്ള വിനോദിന്റെ വീട്ടിലെ നായ ഗേറ്റിനകത്തുനിന്ന് കുരച്ചത് അതുവഴി നടന്നുപോയ പ്രതികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രതികളിൽ ഒരാൾ ചെരുപ്പുകൊണ്ട് നായയെ എറിഞ്ഞു. വിനോദ് ഇത് ചോദ്യം ചെയ്തു. ഇവരും വിനോദുമായി വാക്കേറ്റമുണ്ടായി. 2 പേർ ചേർന്ന് വിനോദിനെ അടിക്കുകയും വയറ്റിൽ ഇടിക്കുകയും ചെയ്തു. അശ്വനി ഗോൾക്കർ പിറകിലൂടെ വന്ന് വിനോദിന്റെ കഴുത്തിന് പിടിച്ച് വലതു കൈ തണ്ട കൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു. മുട്ടുകുത്തി വിനോദ് കമിഴ്ന്നു വീണിട്ടും കഴുത്തിൽ നിന്ന് പിടിവിട്ടില്ല. പുറത്തു കയറിയിരുന്ന് വലതു കൈത്തണ്ട കൊണ്ട് കഴുത്തിൽ അമർത്തി വലിച്ചു മുറുക്കി. ബഹളം കേട്ട് ഓടിക്കൂടിയവരാണ് പ്രതിയുടെ പിടിയിൽ നിന്ന് വിനോദിനെ മോചിപ്പിച്ചത്. അപ്പോഴേക്കും വിനോദ് അവശനായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലാക്കി. കഴുത്തു ഞെരിച്ചതിനെ തുടർന്ന് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ എത്തുന്നത് തടസ്സപ്പെട്ടതിനെ തുടർന്ന് തീവ്രപരിചരണത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വിനോദിനെ. സംഭവത്തിൽ ഉത്തർപ്രദേശ് ഭറൂച്ച് ശതാബ്ദി നഗർ സ്വദേശി അശ്വനി ഗോൾക്കർ, ഗസിയാബാദ് രാജേന്ദ്ര നഗർ സ്വദേശി കുശാൽ ഗുപ്ത, രാജസ്ഥാൻ ഗംഗാനഗർ വിനോഭാവ സ്വദേശി ഉത്കർഷ്, ഹരിയാന സോനിപത് ഗോഹാന സ്വദേശി ദീപക് എന്നിവരെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ 4 പേരും തപാൽ വകുപ്പിലെ ജീവനക്കാരാണ്. വിനോദിന്റെ വീടിന്റെ അടുത്തു തന്നെയാണ് ഇവർ താമസിച്ചത്.